പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും രാജി ആവശ്യപ്പെട്ടും CJPയുടെ സമരത്തിനെതിരെ പോലീസ് നടത്തിയ ക്രൂരമായ ലാത്തിച്ചാർജിൽ പ്രതിഷേധിച്ചും ഡൽഹിയിൽ പ്രതിഷേധം നയിച്ച് അറസ്റ്റിലായ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും മുതിർന്ന നേതാക്കളെയും പോലീസ് വിട്ടയച്ചു. രാഹുൽ ഗാന്ധിക്ക് പുറമെ പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ തുടങ്ങിയ പ്രമുഖ നേതാക്കളെയാണ് മണിക്കൂറുകൾ നീണ്ട നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ പോലീസ് മോചിപ്പിച്ചത്. മഫ്റ്റിയിലെത്തിയവരും നെയിം ബോർഡില്ലാത്തവരുമായ ഉദ്യോഗസ്ഥരടക്കം ഡൽഹി പോലീസും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും കടുത്ത ബലപ്രയോഗം നടത്തിയാണ് ഇവരെ നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നത്. ഒഴിപ്പിക്കൽ ശ്രമത്തിനിടെ റോഡിലൂടെ വലിച്ചിഴച്ചതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മുഖത്തിന് പരിക്കേൽക്കുകയും മൂക്കിൽ നിന്ന് ചോരയൊലിക്കുകയും ചെയ്തിരുന്നു. പോലീസ് എത്ര ശ്രമിച്ചിട്ടും പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകാതിരുന്ന രാഹുൽ ഗാന്ധിയെ പോലീസുകാർ പൊക്കിയെടുത്താണ് ബലമായി വാഹനത്തിൽ കയറ്റിയത്. ഭരണകൂടത്തിന്റെ ഭീഷണികൾക്കും ലാത്തിച്ചാർജുകൾക്കും മുന്നിൽ അല്പം പോലും ഭയക്കാതെ പോരാടുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളും യുവാക്കളും രാജ്യതലസ്ഥാനത്ത് പിടിച്ചു കുലുക്കുകയാണ്. വീണ്ടും നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾക്ക് മേൽ അനീതിയുടെ കരുനിഴൽ വീണപ്പോൾ പ്രക്ഷോഭപാതയിലേക്ക് ഇറങ്ങിയ കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ ജൻസി തലമുറയുടെ സമരം ഡൽഹിയെ ഉലച്ചുമറിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതിക്കുമെതിരെ യുവാക്കൾ ഉയർത്തിയ പ്രതിഷേധവും അതിനെ കേന്ദ്ര സർക്കാർ അടിച്ചമർത്താൻ ശ്രമിച്ച രീതിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വൻ കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതുവരെ കൃത്യമായ നിലപാടില്ലാതെ മടിച്ചു നിന്ന പ്രതിപക്ഷ പാർട്ടികളെ മുഴുവൻ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തോടെ തെരുവിലിറക്കാൻ മാത്രം ശക്തമായിരുന്നു യുവജന മുന്നേറ്റം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ ഫലമായാണ് ചൊവ്വാഴ്ച പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അപ്രതീക്ഷിതവും ശക്തവുമായ ഉപരോധ സമരം അരങ്ങേറിയത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജൂൺ 6-നാണ് CJP ഡൽഹി ജന്തർ മന്ദറിൽ സമരം ആരംഭിച്ചത്. പരിസ്ഥിതി സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരത്തോടെ പ്രക്ഷോഭത്തിന് വലിയ ജനശ്രദ്ധ ലഭിച്ചു. എന്നാൽ 22 ദിവസം പിന്നിട്ടിട്ടും വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ തയ്യാറാകാതിരുന്ന ഭരണകൂടം സോനം വാങ്ചുക്കിനെ ബലം പ്രയോഗിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ട് അടിച്ചമർത്തൽ നയം വ്യക്തമാക്കി. തുടർന്ന് തിങ്കളാഴ്ച CJPയുടെ നേതൃത്വത്തിൽ നടന്ന പാർലമെന്റ് മാർച്ച് ഡൽഹിയെ യുദ്ധക്കളമാക്കി മാറ്റി. ആയിരക്കണക്കിന് യുവാക്കൾ ഇരച്ചെത്തിയതോടെ 2001-ലെ ഭീകരാക്രമണത്തിന് ശേഷം ആദ്യമായി പാർലമെന്റിന്റെ മുഴുവൻ കവാടങ്ങളും മണിക്കൂറുകളോളം അടച്ചിടാൻ ഭരണകൂടം നിർബന്ധിതരായി. റെയിൽ ഭവന് സമീപം പോലീസും ദ്രുതകർമ്മ സേനയും ഇരച്ചെത്തി വിദ്യാർത്ഥികൾക്ക് നേരെ കണ്ണീർവാതകവും കടുത്ത ലാത്തിച്ചാർജും അഴിച്ചുവിടുകയായിരുന്നു. ജന്തർ മന്ദറിലും പാർലമെന്റ് പരിസരത്തും ഇന്റർനെറ്റ് സേവനങ്ങൾ പൂർണ്ണമായും വിച്ഛേദിച്ചും സർക്കാർ ഈ സമരത്തെ തടയിടാൻ നോക്കി. എന്തായാലും ഏറ്റവും ഒടുക്കം ഇതിനൊക്കെ മറുപടിയായി കോൺഗ്രസും ഇന്ത്യ സഖ്യവും പ്രധാനമന്ത്രിയുടെ കല്യാൺ മാർഗിലുള്ള ഭവനത്തിന് മുന്നിൽ നടത്തിയ തീവ്രമായ സമരത്തിനൊടുക്കം ഇവരെ അറസ്റ്റ് ചെയ്തു മാറ്റിയിരുന്നു. വളരെ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ വിട്ടയച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് ലഭ്യമാകുന്ന സൂചന. എന്തായാലും നാളെ നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി വിഷയം ഉന്നയിക്കുമെന്ന് മാധ്യമങ്ങളോട് പുറത്തിറങ്ങവേ സംസാരിച്ചു.